മീഡിയ നെറ്റിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. മഴ വീണ്ടും കടക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ മാസത്തിലായിരുന്നു നാടിനെ നടുക്കിയ ആ ദുരന്തം. ഒരാളാണ് ആ ദുരന്തത്തിൽ മണ്ണിടിച്ചിലിൽ നമുക്ക് അടിമാലിക്കാർക്ക് നഷ്ടമായി, ബിജു. ആ ഓർമ്മകൾ സത്യത്തിൽ വലിയ ദുരന്ത ഭൂമിയാക്കി മാറ്റിയ ചരിത്രമാണുള്ളത്. നോക്കുക, അന്ന് തൊട്ട് ഇന്ന് വരെ സമരപാതയിലാണ് അതിൻ്റെ ഇരകൾ മുഴുവനും. ഇപ്പോൾ വീണ്ടും ആ മണ്ണിടിഞ്ഞ അതേ സ്ഥലത്ത് ലക്ഷൻ വീട് കോളനി ഭാഗത്ത് വീണ്ടും സമരപ്പന്തലൊരുക്കി കാത്തിരിക്കുകയാണ് ഷാജിയും കൂട്ടരും. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഷാജിയോട് തന്നെ ചോദിക്കാം. ഷാജി, നമസ്കാരം. ഷാജി സമരസമിതിയുടെ കൺവീനർ കൂടിയാണ്. കഴിഞ്ഞ ഒക്ടോബർ, ഒരു കൊല്ലം തികഞ്ഞിട്ടില്ലെങ്കിൽ, മഴക്കാലം കടന്നു വന്നു. ജൂൺ മാസം വലിയ മഴയില്ലാതെ കടന്നുപോയി. എന്നാൽ ജൂലൈ മാസത്തിലേക്ക് കടക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ഭീതി വഴിയുകയാണ്. എന്താണ് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുസ്ഥിതി? നിലവിൽ ഞങ്ങളുടെ ദുസ്ഥിതി എന്ന് വെച്ചാൽ, വളരെ സന്തോഷകരമായി ജീവിച്ചു പോന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ ഈ സമരപ്പന്തൽ കെട്ടി ഇവിടെ വന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. റോഡ് വികസനത്തിന്റെ ഭാഗമായി BKK കമ്പനി നടത്തിയ അശാസ്ത്രീയ നിർമ്മാണ രീതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു വൻ ദുരന്തം ഉണ്ടായത്. അതിൻ്റെ ഇരകളായിട്ടാണ് ഇപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ കഴിയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് ചേർത്തിട്ടും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ ഭരണാധികാരികൾക്കോ മറ്റു ഉദ്യോഗസ്ഥർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വളരെ ദുഃഖകരമായ സത്യം. വലിയൊരു മഴക്കാലം പിന്നിടുന്ന സമയത്തായിരുന്നു വലിയ ദുരന്തം. അതായത് 2025 ഒക്ടോബർ മാസം 25-നാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, 25. ആ ഓർമ്മകൾ പോലും നിങ്ങളെ നടക്കുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ NH-ന്റെ മുകളിൽ നിന്ന്, NH-ന്റെ പണി നടക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ്, മുകളിൽ നിന്ന് വലിയ തോതിൽ മണ്ണ് വരികയും ആ റോഡ് കടന്ന് താഴോട്ട് പതിക്കുകയായിരുന്നു. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആളാണ് ബിജു നമുക്ക് നഷ്ടമാവുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, അന്നും നിങ്ങൾ ഇതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ, അതായത് സർക്കാർ സ്കൂളിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ അവിടെ എത്തിക്കുകയും നിങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ കളക്ടർ സഹിതം നൽകുകയും ചെയ്തു. എന്തെങ്കിലും പാലിക്കപ്പെട്ടോ? അന്ന് ഞങ്ങളെ ഇവിടുന്ന് മാറ്റി സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചതിന് ശേഷം ഈ അപകടം നടന്ന 25/10/2025 അതിനുശേഷം 6 ദിവസത്തിന് ശേഷം 31-ാം തീയതി കളക്ടറേറ്റിലെ മന്ത്രിമാരുടെയും MLA-മാരുടെയും NHAയുടെ ഉദ്യോഗസ്ഥരുടെയും കളക്ടറുടെയും നേതൃത്വത്തിൽ നടന്ന ഒരു ചർച്ചയിൽ ഈ പ്രദേശത്തുണ്ടായ ദുരന്തത്തിന് പരിഹാരമായിട്ട് 30 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് സ്ഥലവും നൽകിക്കൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ ചർച്ച അവസാനിച്ചത്. പക്ഷേ ഇപ്പോൾ 9 വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട ആ വീട്ടുകാർക്ക് മാത്രമായിട്ട് ആ രേഖ ചുരുങ്ങുകയാണ് ചെയ്തത്. അതിൽ നിന്ന് ഞങ്ങൾ വഞ്ചിതരായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായത്. എന്താണ് അതിനൊരു വിവേചനം വന്നതെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വ്യക്തതയില്ല. ഈ പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ട 9 കൂട്ടര്, അവർക്ക് വീടുകൾ കൊടുത്തോ? വീടുകൾ കൊടുത്തിട്ടില്ല. അവർക്ക് 10 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് നിബന്ധനകൾ പാലിച്ചാണ് ആ പണം അനുവദിച്ചിട്ടുള്ളത്. അതായത് NHAയുടെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്ന മുറയ്ക്ക് 10 ലക്ഷത്തിലധികം രൂപയുണ്ടെങ്കിൽ അത് വീട്ടുകാർക്ക് എടുക്കാമെന്നും 10 ലക്ഷം രൂപ ആണ് ഉള്ളതെങ്കിൽ അത് സർക്കാരിലേക്ക് തിരിച്ചടക്കണമെന്നുമാണ് നിബന്ധന. അതുകൂടാതെ ഈ ലാൻഡ് സർക്കാരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും വേണം. NH-കാരെന്താണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്? NH-കാരുടെ ആരും ഒരു അധികാരികളെ ഇന്ന് വരെ നമ്മളെ സന്ദർശിക്കാനോ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഈ സർക്കാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ NH-കാരുമായി ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ? ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഈ ബാക്കിയുള്ള വീടുകളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും ഞങ്ങൾക്ക് വ്യക്തതയില്ല. ഈ 9 വീടുകൾക്ക് പുറമെ എത്ര വീടുകളെയാണ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇരകളായി എത്ര പേർ കൂട്ടരുത്? ഇപ്പോൾ 17 വീടിനെയാണ് വീണ്ടും നമ്മൾ ഉൾപ്പെടുത്താൻ പറയുന്നത്. ഈ 9 കൂടാതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 17 9 കൂടി വരും. അതെ, അതായത് 26. അതെ. അതിൽ ഈ 9 വീടുകൾക്ക് 10 ലക്ഷം രൂപ വീതം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായും ശരിയാണ്. അതെ, ശരിയാണ്. അവർക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ വീട് വെക്കാനും സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനാണോ? അതെ, 6 ലക്ഷം രൂപ ലാൻഡ് വാങ്ങാനും 4 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാനുമാണ് അവരുടെ ഏകദേശ കരാർ. ഈ ലാൻഡ് വാങ്ങുക എന്ന് ഉദ്ദേശിക്കുന്ന ഭൂമി വാങ്ങുക എത്ര സെന്റ് ഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്?
ഇന്നിപ്പോൾ ഈ അടിമാലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയ വില ഒരു സെന്റിന് ഏറ്റവും താഴ്ന്ന നിലയിൽ കിട്ടുന്ന വില എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ്. ഈ 2.5 ലക്ഷം രൂപ വിലയുള്ള ഈ സ്ഥലത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വീട് വെക്കാൻ 5 സെന്റ് സ്ഥലമെങ്കിലും വേണമല്ലോ. 5 സെന്റ് സ്ഥലത്തിന് തന്നെ രൂപ എത്രയായി? 2 ലക്ഷം രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ രൂപ 12.5 ലക്ഷം രൂപ. പിന്നെ വീട് എങ്ങനെ പണിയും? അപ്പൊ ഈ ലാൻഡ് വാല്യൂ ഒക്കെ നിശ്ചയിച്ചത് സർക്കാർ തന്നെയല്ലേ? ലാൻഡ് വാല്യൂ നിശ്ചയിച്ച സർക്കാരാണെങ്കിലും അത് ആദ്യം പറഞ്ഞിരുന്നത് വീടും സ്ഥലവും കണ്ടെത്തി, വീട് വെക്കാനുള്ള സ്ഥലം കണ്ടെത്തി അതിൽ വീട് പണിത് കൊടുക്കാനാണ് അന്ന് കൂടിയ യോഗത്തിന്റെ തീരുമാനം. അങ്ങനെ ഒരു അന്വേഷണമോ ഒരു കണ്ടെത്തലോ ഇല്ലെന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മുടെ ജനപ്രതിനിധികൾ, നിങ്ങളിപ്പോ ഇവിടെ സമരം തുടങ്ങിയിട്ട് ഇന്ന് എത്രാം ദിവസമാണ്? ഇന്നിപ്പോ 9ാം ദിവസമാണ്. ഇവിടെ വന്നുപോയ ജനപ്രതിനിധികൾ ആരൊക്കെയാണ്? ജനപ്രതിനിധികൾ വന്നത് MP, MLA ആണ് ഇപ്പോൾ മെയിനായിട്ട് വന്നത്. പിന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദീഖ് ഞങ്ങളുടെ ഈ സമരസമിതിയുടെ രക്ഷാധികാരി കൂടിയാണ്. അദ്ദേഹത്തിന്റെയൊക്കെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മളിപ്പോൾ സമരത്തിൽ ഇരിക്കുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ ആലോചന കൂടിയിട്ടാണ്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങളോട് സഹകരിക്കേണ്ട ഞങ്ങളുടെ വാർഡ് മെമ്പർ എന്തോ നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഞങ്ങളെ കൈ കഴുകിയിട്ട് പോയിരിക്കുകയാണ് നിലവിൽ. അത് ശരി, വാർഡ് മെമ്പർ വരുന്നില്ലേ ഇങ്ങോട്ട്? വാർഡ് മെമ്പർ വരുന്നില്ല. അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ കുറെ മാധ്യമപ്രവർത്തകര് ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ ആ മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്തരം വീഡിയോ ഒക്കെ എടുക്കുന്നത്, എന്തിനാണ് ഇത് ചാനലിൽ കൊടുക്കുന്നത്, അവരിവിടെ ഒരു കാര്യമില്ല ചുമ്മാ വന്നിരിക്കുന്നതാണെന്നൊക്കെ മനസ്സിലാവുന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായി. അപ്പോൾ ആ ചാനൽ പ്രവർത്തകൻ അവരോട് തട്ടിക്കയറിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് മനുഷ്യസ്ത്രീയാണ്, നിങ്ങളുടെ വാർഡിൽപ്പെട്ട ഈ ആളുകൾ ഈ ദുരിതം അനുഭവിച്ച് ഇവിടെ സമരത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പാടുന്നു എന്നുള്ള രീതിയിൽ അവരോട് വളരെ ഇതായിട്ട് സംസാരിച്ച് ആ ഒരു ചെറിയ സീനൊക്കെ ഉണ്ടായി ഇവിടെ. ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ഇരകൾക്കൊപ്പം നിൽക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞങ്ങള് ഒരിക്കൽ പോലും അവരോട് മോശമായിട്ട് ഇതിൽ സംസാരിക്കാനോ പെരുമാറാനോ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വരെ ഒരു അധികാരികൾക്കോ ഒരാളുടെ നേരെയും ഞങ്ങൾ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. ഈ സമരം തന്നെ വളരെ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ തവണ നിങ്ങൾ സമരസമമായിട്ട് രംഗത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു സമരം നിങ്ങൾ ചെയ്യുകയുണ്ടായി പലവട്ടം അല്ലേ? കാരണം ദുരിതാശ്വാസ ക്യാമ്പിൽ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ സമരവുമായി രംഗത്ത് വന്നു. അന്ന് നിങ്ങൾ 26 വീട്ടുകാരുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ അന്ന് നിങ്ങൾ ഇത് അനാവശ്യമായി സമരം ചെയ്യുന്നതാണ് എന്ന് ഈ പറയുന്നവരാരും പറഞ്ഞിട്ടില്ലല്ലോ. തന്നെയല്ല, അവരല്ലായിരുന്നു അന്ന് പഞ്ചായത്തിലെ അവര് തന്നെയായിരുന്നു സിദ്ദീഖായിരുന്നു മെമ്പർ. അദ്ദേഹം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. സിദ്ദീഖിനെ ആ സമയത്ത് തന്നെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ് അന്ന് സിദ്ദീഖ് സംസാരിച്ചത്. ഇന്നിപ്പോ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, അന്വേഷിക്കണം. എന്നാൽ പോലും ഞാൻ പറയാൻ വന്നത്, അപ്പൊ അങ്ങനെ ഒരു ദുർവിധി കൂടി നിങ്ങൾക്കുണ്ടായി എന്നർത്ഥം ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ലേ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഈ 9 പേരടങ്ങുന്ന ആ കുടുംബങ്ങള് ഈ വീട് കിട്ടി എന്ന് പൈസ കിട്ടുന്ന അവർ നിങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നില്ലേ? ബന്ധപ്പെടുന്നുണ്ട്. 1-2 വട്ടം ഇവിടെ വന്ന് വരുവൊക്കെ ചെയ്തിരുന്നു. അവർ ഈ സമരത്തിൽ സഹകരിക്കുന്നില്ലേ? കാരണം അവരുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായല്ലോ. അപ്പോൾ പിന്നെ അവരതിൽ നിന്ന് പിൻവാങ്ങാനുണ്ടായത്. അല്ല, നിങ്ങളോട് സഹകരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടേ അവര്? തീർച്ചയായിട്ടും വേണം. അതുകൊണ്ടല്ല, കാരണം നമ്മൾ ആദ്യഘട്ട സമരം തുടങ്ങിയത് ഈ മുഴുവൻ കുടുംബങ്ങൾക്കും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല. മുഴുവൻ കുടുംബങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ആരംഭിച്ചതും അത് അന്നത്തെ ആ ചെറിയ ഒരു ചർച്ചയ്ക്ക് ശേഷം നമ്മൾ ആ സമരം പിൻവലിച്ചതും. ഈ ഭാഗികമായി നിങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു എന്ന പേരിലാണല്ലോ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീടിന് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളില്ലെന്നാണോ കണ്ടെത്തല്? വലിയ കുഴപ്പമില്ല എന്നുള്ളത് ഇത് റെഡ് സോണിൽ പെടുത്തിയിട്ടുള്ള അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് അന്ന് സംസാരിച്ച കാര്യങ്ങളും റിപ്പോർട്ടും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അന്ന് ക്യാമ്പിൽ വന്ന് നമ്മളോട് വളരെ 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 എന്താണ് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാൽ നമ്മുടെ ഹൃദയം നിന്നു പോകുന്ന രീതിയിലുള്ള വാക്കുകളാണ് അന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ആ വാക്കിൽ നമ്മൾ വിശ്വസിച്ച് സ്കൂൾ തുറക്കണം, കുട്ടികളുടെ പഠനം മുടങ്ങരുത് എന്നുള്ള ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ താൽക്കാലികമായി വാടക വീട്ടിലേക്ക് മാറ്, 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം പരിഹരിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനം ചെയ്തു തരാമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഉറപ്പിന്മേലാണ് ഞങ്ങൾ അന്ന് ആ ക്യാമ്പിൽ നിന്ന് വിട്ടുപോകുന്നത്. ഒരു കാരണവശാൽ എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു അവസ്ഥയെ ഈ പ്രതിസന്ധിയെ ഞങ്ങൾ അഭിമുഖീകരിക്കാത്തത് കൊണ്ട് അതിന്റെ രീതികൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടും ഞങ്ങൾ അത് വിശ്വസിച്ച് ഞങ്ങൾ ആ ക്യാമ്പിൽ നിന്ന് പിന്മാറാനുണ്ടായത്. അത് ശരി. ഈ വാടക വീട്ടിൽ നിന്ന് നിങ്ങൾ 3 മാസം കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോരുകയായിരുന്നു.
അപ്പൊ ആ വീടിന്റെ മെയിന്റനൻസ് ഒക്കെ നടത്തിയിട്ടാണോ? അല്ലാതെ പറ്റില്ലായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോഴും വാടക വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ആ സമരം വാടക കിട്ടാത്തതിന്റെയും കൂടി കാരണത്തിലാണ് ഞങ്ങൾ ആദ്യഘട്ട സമരം തുടങ്ങിയത്. ആ സമരം തുടങ്ങി 5-ാം ദിവസം ആ വാടക തരികയും ഞങ്ങൾ ആ സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് ഞങ്ങൾക്ക് പറ്റിയ മറ്റൊരു മണ്ടത്തരമായി പോയി എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അന്ന് ഞങ്ങൾ ആ സമരത്തിൽ തുടർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഏകദേശമൊക്കെ അവസാനിച്ചിരിക്കുമായിരുന്നു എന്ന് ഞാൻ തോന്നുന്നു. പക്ഷെ ആ സമയത്താണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതും പെരുമാറ്റച്ചട്ടം വന്നതെല്ലാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾക്കും കാര്യങ്ങൾക്കെല്ലാം വളരെ പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് സർക്കാരിന് പിന്നീട് തീരുമാനം എടുക്കാനോ ഒന്നും സാധിച്ചില്ല. ഇപ്പൊ ഈ 17 വീട്ടുകാർ താമസിക്കുന്നത് വാടക വീടുകളിലാണ്. വാടക വീടുകളിലാണ്. അതെ. ഇപ്പൊ നിങ്ങൾ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന 1,00,000 വീടുകൾ അതിപ്പോൾ അനാഥമായി കിടക്കുകയാണ്. അവിടെ ഒരു പണി നടക്കിയിട്ടില്ല. റോഡ് വികസനം കുറെ കൂടി 1 വർഷം കൊണ്ട് പുരോഗമിച്ചിട്ടുണ്ട്. 1 വർഷം ഇല്ലെങ്കിൽ പോലും 5-8 മാസം കൊണ്ട് റോഡിന്റെ പണി കുറെ കൂടി ഇതായിട്ടുണ്ട്. അവർ റോഡിന്റെ സൈഡിൽ കാണുന്നത് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തേക്കുള്ളതാണെങ്കിൽ ഒരു കെട്ട് കൊണ്ട് അപകട ഭീഷണി കുറേയൊക്കെ ഒഴിവാകുന്ന തരത്തിലേക്ക് പണി തീർത്തിട്ടുണ്ട്. ഇനിയും നിങ്ങളോട് അവിടെ താമസിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? അങ്ങനെയാണ് ഇപ്പൊ അവരുടെ ഒരു തീരുമാനം. അതായത് ഇവിടുത്തെ ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഇപ്പൊ 90 ഡിഗ്രിയിലാണ് നിൽക്കുന്നതെന്നും ആ 90 ഡിഗ്രി കുറച്ച് 70 ഡിഗ്രിയിലേക്ക് മാറ്റി അതിനുശേഷം അവിടെ ഒരു വാള് കെട്ടി അതിനുശേഷം അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഈ മൺസൂൺ കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ താമസിക്കാം എന്നുള്ള രീതിയിലാണ് അവർ ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഇത് ഓൾറെഡി റെഡ് സോണിൽ കിടക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ ഈ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടും ആ ഒരു ഭയപ്പാടിൽ ഇനി ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഈ മേഖലയിൽ വന്ന് താമസിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സത്യം. ഷാജി, നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇപ്പൊ ജൂലൈ മാസമാണ്. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്നത് അത്ര സുഖകരമായ ഒരു ഏർപ്പാടല്ല. ഇപ്പൊ ജൂലൈ മാസത്തിൽ സാധാരണ നിലയിൽ പെയ്യുന്ന മഴ പെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഉറച്ചിരിക്കാനാവില്ല. ധൈര്യമായി നമുക്കിവിടെ ഇപ്പോൾ മഴ കുറവുള്ളത് കൊണ്ടാണ്. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭീകരമായ അവസ്ഥയാണ്. നിങ്ങൾ ഇത്രയും കുട്ടികളടങ്ങുന്ന ഈ ജനസഞ്ചയത്തെ എന്ത് വിശ്വസിച്ചാണ് ഈ ഭരണാധികാരികൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? അതിനെക്കുറിച്ച് ചോദിച്ചാൽ ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അവരാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്നലെ 8 രാത്രി പിന്നിട്ടു. 8 രാത്രി ഞങ്ങളിവിടെ തന്നെയാണ് കിടന്നത്. ഓരോ നിമിഷവും ഞങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഞങ്ങൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കാൻ പോലും ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല. രാത്രി ഇവിടെ പോലീസ് പട്രോളിംഗ് ചോദിച്ചിട്ടുണ്ട്. അവരെപ്പോഴോ വരുന്നു എപ്പോഴോ പോകുന്നു ഞങ്ങൾ കാണുന്ന പോലുമില്ല. 2-3 ദിവസം അവർ കൃത്യസമയത്ത് വന്നു. പിന്നീട് ഈ ദിവസം വരെ ഞങ്ങൾ അവരെപ്പോഴാണ് വരുന്നതെന്ന് പോകുന്നത് ഞങ്ങൾ കാണുന്നില്ല. കാരണം ഇവിടെ വണ്ടി വാഹനം ഓടുന്ന ശബ്ദം കൊണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നു, പക്ഷെ അവരെ കാണുന്നില്ല. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും MLA നേരിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, MP, സർക്കാർ എല്ലാം ഒരു ഒറ്റ രാഷ്ട്രീയ കക്ഷിയാണ് ഭരിക്കുന്നത്. വലിയ പ്രതീക്ഷയെല്ലാം ഉണ്ടോ ഷാജിക്ക്? തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അവർ ഞങ്ങൾ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇതൊരിക്കലും ഞങ്ങൾ അനുഭവിക്കേണ്ട ആൾക്കാരല്ല. ഉണ്ടായ ദുരന്തമായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ വെക്കാമായിരുന്നു. ഉണ്ടാക്കിയ ദുരന്തത്തിന് ഇരകളായവരാണ് ഞങ്ങൾ. അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പോലും നിലവിൽ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിഷമകരമായ സത്യം. ഷാജി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട അടിവരയിടേണ്ട പോയിന്റാണ്. സത്യത്തിൽ സ്വാഭാവികമായി വന്നു ചേർന്ന ഒരു പ്രളയമോ മണ്ണിടിച്ചലോ ദുരന്തമോ അല്ല ഇത്. സത്യത്തിൽ കൃത്രിമമായി മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇവിടെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയായിരുന്നു. പ്രത്യേകിച്ച് മണ്ണിടിച്ചപ്പോൾ NH-കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയും. ആരെങ്കിലും നിങ്ങളെ കോടതിയിൽ പോകാൻ ഉപദേശിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു ലീഗലായിട്ട് നീങ്ങാനുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടന്നിട്ടില്ല. പക്ഷെ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങേണ്ടി വരും. അതൊന്നും വേണ്ട. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ ഞങ്ങൾക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റി തരുവാനാണ് ഞങ്ങൾ സമരമായിട്ടിരിക്കുന്നത്. ഇതിവിടെ ഏതൊരു ഭരണാധികാരിക്കെതിരെയോ അല്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെയോ ഒന്നുമല്ല ഈ സമരം. ഞങ്ങളുടെ അതിജീവനത്തിന്റെ പോരാട്ടമാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ആളുകളും എല്ലാം ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരണമെന്ന് മാത്രമാണ് ഈ സമരസമിതിയുടെ ആവശ്യം. MLA പുതിയ ആളാണ്. അതെ, പഴയ ആള് ഇത്തവണയില്ല. കഴിഞ്ഞ തവണ നിങ്ങൾ സമരം ചെയ്തപ്പോൾ മറ്റൊരു MLA ആയിരുന്നു, മുൻ MLA ആയിരുന്നു, രാജാ MLA. ഇപ്പോൾ തന്നെ അതേ പേരിൽ തന്നെ മറ്റൊരാളാണ്. അദ്ദേഹത്തിന്റെ സമീപനം എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വന്നിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരവും നമ്മളോടുള്ള ഇടപെടലും എല്ലാം നമുക്ക് ആശ്വാസമേകുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്.
അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ആ വാക്കുകളിലുള്ള വിശ്വാസം നമുക്കത് രേഖയിലാക്കി തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അവസ്ഥ. എന്ത് ചെയ്യാമെന്നാണ് MLA രാജ പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം. പേപ്പർ അതായത് ഇപ്പോൾ രണ്ടാമത് ഈ 17 വരെ പ്രപ്പോസൽ കളക്ടറേറ്റിൽ നിന്ന് ഗവൺമെന്റിലേക്ക് പോയിട്ടുണ്ട്. ആ സെക്ഷനിലേക്കുള്ള കയറി ഇറങ്ങി വരുമ്പോൾ അതിൻ്റെതായ ചെറിയ താമസങ്ങൾ ഉണ്ടാവാമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ കളക്ടറേറ്റിൽ പോയിരിക്കുന്ന രേഖ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രേഖയാണ് പോയത്. MLA തീർച്ചയായിട്ടും അതിന്റെ പിന്നാലെ നിൽക്കുമെന്ന് നമുക്ക് ആശിക്കാം അല്ലേ? അങ്ങനെ ഒരു പ്രതീക്ഷയാണുള്ളത്. MP എന്ത് പറയുന്നു? MP ഈ MPക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ അദ്ദേഹം ഇവിടെ എത്തിയതാണ്, ഞാൻ ഓർക്കുന്നത്. അധികം താമസിയാതെ എത്തിയതാണ് അല്ലേ? അദ്ദേഹം അന്ന് എന്തോ വിവാദം ഉണ്ടായിരുന്നോ? ഇല്ലാതോ? എന്തായിരുന്നു അതുമായിട്ട് സംബന്ധിച്ച്? അതായത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം 8 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ 2ാം ഘട്ട സമരം ആരംഭിച്ചപ്പോഴാണ് അദ്ദേഹം സമരം തുടങ്ങി 3ന്റെ അന്നാണ് അദ്ദേഹം ഈ സമരപ്പന്തലിൽ വന്നത്. അത് സമരപ്പന്തലിലേക്കായിട്ട് വേണ്ടി വന്നതല്ല, അദ്ദേഹത്തിന് ചിന്നക്കനാലിൽ എന്തോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വഴിക്ക് ഞങ്ങൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. അദ്ദേഹത്തിനോട് ശരിക്കും പറഞ്ഞാൽ ഈ MP ഒരാൾ മാത്രം വിചാരിച്ചാൽ പോലും തീരുന്നൊരു പ്രശ്നമായിരുന്നു ഇത്. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യമായ ഇടപെടൽ ഈ പ്രശ്നത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് പാർട്ടി ആ കാര്യത്തിൽ വേണ്ടത്ര ഇൻട്രസ്റ്റ് എടുത്തില്ല, താല്പര്യം എടുത്തില്ല എന്ന് ഷാജിക്ക് തോന്നുന്നുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും മറ്റൊരു സർക്കാരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനകത്ത് ന്യായമായ രീതിയിൽ ഇടപെടാമായിരുന്നു എന്നും നമുക്ക് തോന്നലുണ്ടായിരുന്നു. ഒക്ടോബർ തൊട്ട് ഏതാണ്ട് മാർച്ച് ഏപ്രിൽ വരെ മറ്റൊരു സർക്കാരായിരുന്നു. അതെ, അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായ നീക്കങ്ങൾ ഉണ്ടായില്ല എന്നാണ് ഗവൺമെന്റ് ഭാഗത്ത്, കേരള ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ നടന്ന ചർച്ച തന്നെയാണ്. അതായത് കളക്ടറേറ്റിൽ കൂടി ഈ ചർച്ച തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം. പക്ഷെ ആ ഗുണത്തിന് ഇതിൻ്റെ അകത്ത് പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യം പോലും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന തീരുമാനങ്ങളിലൊന്നും പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ. MP ഒരു തവണയാണോ അപ്പൊ ഇത്രയും ദിവസങ്ങളിൽ ഇവിടെ വന്നത്? ഞങ്ങൾ സന്ദർശിക്കാൻ ഞങ്ങൾ ക്യാമ്പിൽ കിടന്ന സമയത്ത് അദ്ദേഹം ഒന്ന് വന്നിട്ട് കളക്ടർ ഇവിടെ തുടങ്ങി പിന്നെ ആദ്യം ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. എന്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്? അദ്ദേഹം പറഞ്ഞത് ഇതിനെ കുറച്ച് താമസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുവരെ നിങ്ങൾ ഇവിടെ കിടക്കുകയാണോ? ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഞങ്ങൾ ഈ സമരം പിൻവലിച്ചു പോയാൽ ആദ്യം പറ്റിയ ഒരു അബദ്ധം വീണ്ടും പറ്റില്ല എന്നുള്ള സങ്കടം ഞങ്ങൾക്കുണ്ട്. സിദ്ദിഖ് ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ, അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ട്, അന്നുണ്ട് ഇന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ സുരക്ഷയെ കണക്കിലാക്കിയിട്ടാണ് ഈ അപകട മേഖലയിൽ നിന്നും നിങ്ങൾ മാറി താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിക്കുക, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടൊരു ഉറപ്പ് തരാമെന്നാണ് അദ്ദേഹം ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഈ സമരസമിതിക്ക് ഉള്ള തീരുമാനം എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കിട്ടിയ ആ ഒരു അവഗണന വീണ്ടും ഉണ്ടായേക്കാമെന്നുള്ളൊരു സംശയം, അതൊക്കെയാണ് ഞങ്ങൾ വീണ്ടും ഈ സമരത്തിൽ തുടരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് പറയുന്നു? ഞങ്ങൾ ഈ സമരം തുടങ്ങിയ 9ാം ദിവസമായിട്ടും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബുചേട്ടൻ ഈ പന്തൽ സന്ദർശിക്കാൻ, ഈ സമരപ്പന്തൽ സന്ദർശിക്കാൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പ്രാദേശിക ഭരണകൂടം ഇത്രയേറെ ഒരു എന്താണ് അതിന് പറയണ്ടേ, വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറുന്നത്. കാരണം ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ്. വളരെ സമാധാനപരമായി ജീവിച്ചിരുന്ന ഞങ്ങളെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഞങ്ങൾ തെരുവിലിറക്കിയിട്ട് ഞങ്ങൾ ഈ സമരപ്പന്തലിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാദേശിക ഭരണകൂടത്തിനും ജില്ലാ ഭരണകൂടത്തിനും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കേണ്ട ആളുകളാണ് അവരെല്ലാം. അവരിവിടെ വന്ന് ഞങ്ങളോട് 2 വാക്ക് സംസാരിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളെ കാണാൻ പോലും കൂട്ടാക്കാത്തത്? അറിയില്ല. അദ്ദേഹവുമായി ഞങ്ങൾ ഇതുവരെ ഒരു ഒറ്റ പ്രാവശ്യം ഞങ്ങൾ ഒരു ചർച്ചയിൽ പോയിരുന്നു. അദ്ദേഹത്തോട് അന്ന് ഞങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചാണ് വേണ്ട രീതിയിലെല്ലാം നിങ്ങൾക്ക് സഹായം ചെയ്തു തരാമെന്ന് അദ്ദേഹം അന്ന് ഉറപ്പ് തന്നാണ്. ഇങ്ങനെ ഒരു സമരം ഇവിടെ തുടങ്ങിയത് അറിഞ്ഞിട്ടില്ലെന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ചാനലുകളിലും എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. എല്ലാ പത്രങ്ങളിലും ദിവസം വാർത്തയുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻ നായർ വന്നതായിട്ട് അറിയാം. അദ്ദേഹം ഇവിടെ ഈ സമരപ്പന്തലിൽ എത്തിയിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ സമരപ്പന്തലിൽ അദ്ദേഹം വന്നിരുന്നു, ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഈ ആദ്യത്തെ ഭരണ സമരപ്പന്തൽ നടക്കുമ്പോൾ അദ്ദേഹം അല്ല, വേറെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇപ്പൊ അദ്ദേഹം വന്നിട്ട് ഇത്രയും കാലല്ലേ ആയിട്ടുള്ളൂ, ഒക്ടോബറിന് ശേഷമല്ലേ? അല്ല, അദ്ദേഹം വന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആദ്യ സമരം നടക്കുമ്പോൾ. ആണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സമയത്തുള്ളതാണുള്ളത്. അതെ, ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇച്ചിരി അകലെയാണ് ജില്ലാ പഞ്ചായത്ത് സംബന്ധിച്ചു. അവരുടെയൊക്കെ ഒരു സാന്നിധ്യമാണ് ആദ്യം നമുക്ക് കിട്ടേണ്ടത്, അവരുടെ ഒരു സാന്ത്വനവുമാണ് കിട്ടേണ്ടത്. അത് കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചൊരു വല്ലാത്ത ദുഃഖമാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം
ഇത്രയൊരു വലിയ സംഭവം ഉണ്ടായ ഒരാൾ മരിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാല് മുറിച്ച് മാറ്റുകയൊക്കെ ചെയ്ത ഈ സാഹചര്യത്തിൽ ഇത്ര ആളുകൾ അനാഥമായി നിൽക്കുന്ന ഈ സമയത്ത് അവരിതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഈ ദുരന്തങ്ങൾ വരുമ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടുകയും വലിയ വാർത്ത വരികയും വലിയ ദുഃഖം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാമല്ലോ. കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടായ ദുരന്തത്തിൽ ഈ റോഡ് ബ്ലോക്ക് ആവുകയും ഒത്തിരി കാലം ഈ വാഹനങ്ങൾ വേറെ വഴിക്ക് തിരിച്ചുവിടുകയും അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ പേറുകയൊക്കെ ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സംബന്ധിച്ച് അടിമാലി ലക്ഷം വീട് കോളനിയിലെ ആളുകളെ സംബന്ധിച്ചോളം സഹിച്ചതിന് കണക്കില്ല. ഇപ്പോൾ അങ്ങനെ ഈ ഒരു സമരവുമായി ഇങ്ങനെ നിങ്ങൾ റോഡിൻ്റെ സൈഡിൽ വീണ്ടും അതേ ദുരന്ത സ്ഥലത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ വലിയ കഷ്ടമാണ്. എന്ത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഉടനെ ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് ആണല്ലോ, നമുക്ക് കേരള സർക്കാരാണല്ലോ, കക്ഷി രാഷ്ട്രീയത്തിലൊക്കെ വലിയ മാറ്റം വന്നിരിക്കുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാറി വി.ഡി. സതീശൻ എന്ന മറ്റൊരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും പ്രതീക്ഷ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ സർക്കാരിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം സർക്കാരിന് തന്നെയാണ്. അതല്ല എങ്കിൽ സർക്കാർ ഇതിൽ ഇടപെട്ടിട്ട് ഈ ദുരന്തം ഉണ്ടാക്കിയ ആളുകളിൽ നിന്ന് ആ നഷ്ടപരിഹാരം വാങ്ങി തരാനുള്ള തീരുമാനത്തിലെങ്കിലും എത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം 9 പേരെ പരിഗണിച്ചെങ്കിൽ ബാക്കിയുള്ളവരെ പിന്നെ തഴയുന്നതിന്റെ ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും അന്ന് ഇരകളായ 26 കുടുംബങ്ങളുണ്ടെങ്കിൽ ആ 26 കുടുംബങ്ങളെയും പരിഗണിക്കേണ്ടതാണ്. പൂർണ്ണമായി വീടുകൾ നഷ്ടപ്പെട്ടു എന്ന് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന 9 എന്നാണ് അന്നും. ആ 9 പേരെ പരിഗണിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ NH-മായി ബന്ധപ്പെട്ട് സത്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്, അവരാണ് ഇതിൻ്റെ മുഴുവൻ കാരണക്കാർ. കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ഈ ദുരന്തത്തിന് ഇരയായവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് ഇൻഷുറൻസ് പരിരക്ഷയായിട്ടാണെങ്കിലും മറ്റ് തനത് ഫണ്ടായിട്ടാണെങ്കിലും ഏത് ഫണ്ടായിട്ടാണെങ്കിലും അവർക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. അവരെ ബന്ധപ്പെടുത്തുന്നതിനെ കുറിച്ച് ആരും പറയുന്നില്ല. അന്ന് കളക്ടറേറ്റ് നടന്ന യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. NHAയുമായി ബന്ധപ്പെട്ട ക്ലെയിം കൊടുക്കണമെന്നും അതിനകത്ത് ഉൾപ്പെടുത്തണം, പൂർണ്ണമായ പരിരക്ഷ ഏർപ്പെടുത്തണമെന്നുമാണ് അന്നെടുത്ത തീരുമാനം അതായിരുന്നു. എന്നിട്ട് അതിനെ സംബന്ധിച്ച ഒരു ചർച്ച മുന്നോട്ട് പോയിട്ടില്ല. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്ര അപകടമുണ്ടായ സ്ഥലത്ത് ഒരു ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നെങ്കിൽ അടിയന്തരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണത്. ഇപ്പോൾ ഏകദേശം 9 മാസത്തിലേക്ക് കടക്കും. 9 മാസമായി. ഈ 9 മാസമായിട്ട് അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു അനക്കം പോലും ഉണ്ടായിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ല. പല രംഗങ്ങളിലും ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തെ വലിയ തോതിൽ പിന്തുണച്ച ഒരു ജനസമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അത് സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് അപലപിച്ച ഒരു സാംസ്കാരിക കേരളമാണ് നമ്മുടെ കേരളം. ഇത് നിങ്ങളുടെ സമരം ഒരുപക്ഷെ ഇത് ജനശ്രദ്ധയിലേക്ക് കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇരകളാണ്, നിങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരുമാണ്. നിങ്ങൾ ആദ്യം ഷാജി പറഞ്ഞ പോലെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ട ഭൂമിയിൽ നിങ്ങൾ ഇരിക്കുന്നതിനെ എങ്ങനെയാണ് അടിമാലിയിലെ പൊതുജനത്തിന്റെ പിന്തുണ? പൊതുജനങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ദുരന്ത ഭൂമിയിലാണെങ്കിലും ഏകദേശം അടിമാലി ടൗൺ ഇതുമായിട്ട് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിലെ കടന്നു പോകുന്ന ആളുകൾ ഇവിടെ വരുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നല്ലാതെ ഈ അടിമാലിയിലെ വ്യാപാരി വ്യവസായ സമൂഹത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ മറ്റ് ഇതര വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളോ മത സാമൂഹിക സംഘടനകളോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ്. കാരണം ഈ സമൂഹത്തിൽ വളരെ മാന്യമായി ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിൽ പോകുന്നു. അത് അവരെ കുറ്റപ്പെടുത്തുകയല്ല. എത്രയും ഇത് കണ്ടിട്ടാണെങ്കിൽ പോലും അവർ ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് അവരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും അത് നല്ല നിലപാടാണ് ഷാജിയുടേത്, സമരസമിതിയുടെ. മത സാമുദായിക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ എന്ന് വേണ്ട, സത്യത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും വ്യാപരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് പിന്തുണയുമായി എത്തേണ്ടതാണ്. സത്യത്തിൽ ഷാജി, ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ദൈനംദിന ചെലവുകൾ നടക്കുക? ദൈനംദിന ചെലവുകളുടെ കാര്യം പറയുമ്പോൾ ചില സുമനസ്സുകളുടെ സഹായത്തിൽ ഞങ്ങൾക്ക് നന്നേ ക്ലേശിച്ച് വിഷമിച്ചാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. സമരവുമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് വരുമാനം ആർക്കും ഇല്ല, കുടുംബങ്ങൾക്ക് വരുമാനമില്ല. ഒരു സമരവുമായി ഇറങ്ങിത്തിരിച്ചതിൻ്റെ പിന്നിൽ അവസാനം ഒരു കൊടിയ ദാരിദ്ര്യത്തിലേക്ക്, നിങ്ങളൊരു പട്ടിണി സമരത്തിലേക്കൊക്കെ നീങ്ങേണ്ടി വരുമോ? തീർച്ചയായിട്ടും അത്തരമൊരു സമര പരിപാടിയിലേക്ക് നീങ്ങേണ്ട വരുന്നതായിട്ടാണ് തോന്നുന്നത്. കുട്ടികൾ അടങ്ങുന്ന ഒരു സമൂഹമാണല്ലോ ഇത്. കുട്ടികളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വിദ്യാഭ്യാസം സ്കൂളുകളിൽ സമയത്ത് അയക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ ഭാവി നശിപ്പിക്കുക, ഈ സമരം കൊണ്ട് അവരുടെ ഭാവി നശിപ്പിക്കുക എന്നുള്ളതൊരു താല്പര്യം നമുക്കില്ല.
അവരെ സ്കൂളിൽ രാവിലെ വിട്ടിട്ട് വൈകിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യാറ്. അപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസം നടന്നുള്ളൂ. പക്ഷേ ഈ സാമ്പത്തികം കണ്ടെത്തുക എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ്. അതെ. ഏതൊരു സമരസമിതി ഇപ്പോ നമുക്ക് അഖില കേരള അടിസ്ഥാനത്തിൽ ശ്രദ്ധ കിട്ടുന്ന ഒരു സമരമാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ 100 ഇടങ്ങളിൽ നിന്നും ആളുകൾ ഉണ്ടാവും, സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാവും. പക്ഷെ ഇത് നമ്മുടെ ടൗണിൽ പോലും, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത ഈ സമരം നടക്കുന്ന തൊട്ടടുത്ത അടിമാലി ടൗണിലെ വ്യാപാര സമൂഹം പോലും ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സമരം ഇങ്ങനെ ഈ ആരും കാണാതെ ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് സത്യത്തിൽ അടിസ്ഥാനപരമായി വളരെ ആവശ്യമായൊരു സമരമാണ്. നിങ്ങൾക്കും ജീവിക്കണം, നിങ്ങൾക്ക് സഹായം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും NH പോലുള്ള ഒരു വലിയ സംഭവം അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ദുരന്തവും കൂടിയാണിത്. അപ്പോൾ ഈ നിലവിൽ ഞാൻ ഈ സാമ്പത്തിക കേസ് ചോദിച്ചപ്പോൾ ഷാജിയുടെ കണ്ണ് നിറയുന്നു, ശബ്ദമിടറുന്നു. സത്യത്തിൽ കണ്ടോ എന്താണ് അതിന്റെ പ്രധാന കാരണങ്ങളൊന്നും പൈസ ഇല്ലെന്നുള്ളത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊന്നും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞങ്ങളിപ്പോൾ സമരം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ജോലിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്കയുണ്ട്. അതുകൂടാതെ ദൈനംദിന ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിച്ച ആളുകളാണ് ഞങ്ങൾ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരാളുടെ മുന്നിലും കൈ നീട്ടി ജീവിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഈ സമരമായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള മാനസികമായ പ്രയാസങ്ങൾ, ഈ കണ്ണീര് അധികാരികൾ കാണാതെ പോകുന്നത് ശരിയാണോ? എന്തുകൊണ്ടായിരിക്കാം പ്രാദേശിക ഭരണകൂടങ്ങൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്? തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട ഒരു വസ്തുത തന്നെയാണ്. സമരം ചെയ്യുവാൻ ഉള്ള അവകാശം പൗരൻ്റേതാണ്. അവർ ചെയ്യുന്ന സമരം അനാവശ്യ സമരമാണെങ്കിൽ നമുക്ക് അവഗണിക്കാം. പക്ഷെ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഈ ഭരണകർത്താക്കൾ വേണ്ടത്ര MLA യോ MP യോ വന്നില്ലെന്നല്ല, പക്ഷെ ഈ സമരത്തെ വേണ്ടത്ര ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഈ പാവങ്ങൾക്കുള്ളത്. ഒരു സുപ്രഭാതത്തിൽ ഒരു പാതിരായ്ക്ക് മണ്ണിടിഞ്ഞ് വീണ് ഒരാൾ മരിക്കുകയും മറ്റൊരാളുടെ കാല് മണ്ണിനടിയിൽ പൂണ്ടുപോയി കാല് മുറിച്ചു നീക്കുകയും ചെയ്യുക എന്ന് മാത്രമല്ല, പൂർണ്ണമായി തകർന്ന 9 വീടുകൾ, ഭാഗികമായി തകർന്ന 17 വീടുകൾ. അവർ വാടക വീട്ടിലാണ് ഇന്നും കഴിയുന്നത്. വർഷം 1 തികയാൻ പോവുകയാണ്. എവിടെയാണ് നമ്മുടെ ഭരണാധികാരികൾ? തീർച്ചയായിട്ടും ആർക്കാണ് സഹായം കിട്ടേണ്ടത്? അർഹിക്കുന്ന ആളുകൾക്ക് സഹായം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം ആളുകൾക്ക് കിട്ടേണ്ട അർഹമായ സഹായങ്ങൾ കിട്ടിയില്ല എങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളും വൃഥാവിലാവും എന്ന് ജനം കരുതിയാൽ തെറ്റാകുമോ? ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് കീഴിൽ സഹായം എത്തേണ്ട ആളുകൾക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തുക തന്നെ വേണം. അതിനാണല്ലോ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഒരു സർക്കാരും ഒക്കെ കേരളത്തിൽ ഭരിക്കുന്നത്. ഇനിയും അതിന് അമാന്തം വന്നുകൂടാ. കളക്ടർ വാക്ക് പറഞ്ഞു പോയതാണെങ്കിൽ കളക്ടർ വാക്ക് പാലിക്കണം. കളക്ടർ മാറിയിട്ടുണ്ടാവാം, പക്ഷെ ആ സ്ഥാനം മാറുന്നില്ലല്ലോ. അതുകൊണ്ട് കൊടുത്ത വാക്ക് ജനങ്ങളോട് പരിഹരിക്കേണ്ടതുണ്ട്. അവരുടെ കണ്ണുനീര് കവിഞ്ഞ് ഒഴുകി ഈ നാട്ടിൽ മറ്റൊരു പ്രളയം സൃഷ്ടിക്കരുത്. തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട ആളുകളുടെ കണ്ണുനീര് കൊണ്ട് ഈ മറ്റുള്ള ആളുകൾക്കൊന്നും നേടാനില്ല. അവർ നേടേണ്ടത് തീർച്ചയായിട്ടും അവർക്ക് വീടും അവർക്ക് ആഹാരവും ഒക്കെ സമയാസമയങ്ങളിൽ കിട്ടേണ്ടതാണ്. ഈ പാവങ്ങൾക്കും മറ്റവർക്ക് കിട്ടിയതുപോലുള്ള 10 ലക്ഷം രൂപയടക്കം അത് പോരാ. സത്യത്തിൽ വീടിനും സ്ഥലത്തിനും കൂടി 10 ലക്ഷം രൂപ പോരാത്തൊരവസ്ഥയാണ്. എന്തെങ്കിലും നൽകി എത്രയും പെട്ടെന്ന് സർക്കാർ ഈ കാര്യങ്ങൾ, ഭരണകർത്താക്കൾ ഉൾപ്പെടെ, പ്രതിനിധികൾ ഉൾപ്പെടെ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സമയമാണ് എന്നാണ് കാഴ്ചപ്പാടിൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.